നമസ്കാരം. 260 പേരുടെ ദാരുണ അന്ത്യത്തിനിടയാക്കിയ എയർ ഇന്ത്യയുടെ 171 നമ്പർ വിമാന ദുരന്തം നടന്നിട്ട് ഒരു വർഷം തികയുമ്പോഴും അപകടത്തിന്റെ യഥാർത്ഥ കാരണത്തെ ചൊല്ലി അന്താരാഷ്ട്ര വ്യോമയാന രംഗത്ത് കടുത്ത തർക്കവും ദുരൂഹതയും തുടരുന്നു. കഴിഞ്ഞ വർഷം ജൂൺ 12-ന് ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലേക്ക് പറന്നുയർന്ന് വെറും 32 സെക്കൻഡുകൾക്കകം തകർന്നു വീണ ബോയിംഗ് 787 ഡ്രീംലൈനർ വിമാനത്തിന്റെ അന്വേഷണ റിപ്പോർട്ടിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഇന്ത്യയിലെയും വിദേശത്തെയും സുരക്ഷാ വിദഗ്ധരും പൈലറ്റുമാരുടെ സംഘടനകളും തമ്മിൽ കടുത്ത യുദ്ധം നടക്കുന്നത്. ഇന്ത്യയുടെ ഔദ്യോഗിക വ്യോമയാന അന്വേഷണ ഏജൻസി പുറത്തുവിട്ട പ്രാഥമിക വിവരങ്ങൾ വൻതോതിലുള്ള കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനും രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണെന്ന ആക്ഷേപം ശക്തമാണ്. അപകടം നടന്ന ഒരു മാസത്തിന് ശേഷം അന്വേഷണ ഏജൻസി പുറത്തുവിട്ട 15 പേജുള്ള പ്രാഥമിക റിപ്പോർട്ടിലെ ചില പരാമർശങ്ങളാണ് ഇപ്പോഴത്തെ വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. വിമാനം പറന്നുയർന്ന ഉടൻ തന്നെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടുത്തുന്ന തരത്തിൽ കോക്പിറ്റിലെ 2 കട്ട് ഓഫ് സ്വിച്ചുകൾ പ്രവർത്തിച്ചിരുന്നുവെന്നാണ് ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡിലെ വിവരങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ടിൽ പറയുന്നത്. ഇതിനു പുറമെ ഇന്ധന വിതരണം നീ തടസ്സപ്പെടുത്തിയത് എന്തിനാണെന്നൊരു പൈലറ്റ് ചോദിക്കുമ്പോൾ താനത് ചെയ്തിട്ടില്ലെന്ന് രണ്ടാമത്തെ പൈലറ്റ് മറുപടി പറയുന്ന വോയിസ് റെക്കോർഡിംഗും തങ്ങൾക്ക് ലഭിച്ചതായി അന്വേഷണ ഏജൻസി വ്യക്തമാക്കിയിരുന്നു. ഈ ഒരൊറ്റ വിവരത്തെ മുൻനിർത്തിയാണ് പൈലറ്റിന്റെ ആത്മഹത്യാ ശ്രമമാണ് ദുരന്തത്തിന് കാരണമെന്ന തരത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്തകൾ ചമയ്ക്കാൻ തുടങ്ങിയത്. പതിറ്റാണ്ടുകളുടെ പ്രവൃത്തി പരിചയമുള്ള ക്യാപ്റ്റൻ സുമീത് സബർവാൾ വിമാനം മനഃപൂർവ്വം തകർത്തതാണെന്ന തരത്തിൽ അമേരിക്കൻ മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേർണലും ന്യൂസ് വീക്കും വാർത്തകൾ നൽകിയതോടെ പൈലറ്റുമാരുടെ സംഘടനകൾ കടുത്ത പ്രതിഷേധവുമായി രംഗത്തെത്തി. മരിച്ചുപോയ പൈലറ്റുമാർക്ക് തങ്ങളെ ന്യായീകരിക്കാൻ സാധിക്കില്ലെന്നത് മുതലെടുത്ത് വിമാന നിർമ്മാതാക്കളായ ബോയിംഗ് കമ്പനിയെയും മറ്റ് ഏജൻസികളെയും രക്ഷിക്കാനുള്ള ആഗോള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്ന് ഇന്ത്യൻ പൈലറ്റുമാരുടെ ഫെഡറേഷൻ ആരോപിക്കുന്നു. 6000-ഓളം പൈലറ്റുമാരെ പ്രതിനിധീകരിക്കുന്ന ഈ സംഘടനയും ക്യാപ്റ്റൻ സബർവാളിന്റെ വയോധികനായ പിതാവും ചേർന്ന് പ്രാഥമിക റിപ്പോർട്ടിന്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ബ്രിട്ടീഷ് വ്യോമയാന അന്വേഷകനായിരുന്ന ടിം അറ്റ്കിൻസൺ ഉൾപ്പെടെയുള്ള ചില വിദഗ്ധർ പൈലറ്റിന്റെ ഭാഗത്തുനിന്നുണ്ടായ ഇത്തരം അസ്വാഭാവിക നീക്കങ്ങൾ തന്നെയാണ് ദുരന്തത്തിന് കാരണമായതെന്ന് വിശ്വസിക്കുമ്പോൾ സുരക്ഷാ പ്രവർത്തകരും ഇരകളുടെ കുടുംബങ്ങളും ഈ വാദത്തെ ശക്തമായി എതിർക്കുന്നു. വിമാനത്തിനുണ്ടായ ഗുരുതരമായ വൈദ്യുതി തകരാറാണ് യഥാർത്ഥത്തിൽ ദുരന്തത്തിന് വഴിവെച്ചതെന്നാണ് ഇവരുടെ പ്രധാന വാദം. അപകടത്തിൽപ്പെട്ട വിമാനത്തിന് മുൻപും നിരവധി തവണ പവർ പാനലുകളിൽ തീപിടുത്തം ഉൾപ്പെടെയുള്ള കടുത്ത വൈദ്യുത പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി യുഎസിലെ ഏവിയേഷൻ സുരക്ഷാ ഫൗണ്ടേഷൻ ചൂണ്ടിക്കാണിക്കുന്നു. വിമാനത്തിന്റെ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന നെറ്റ്വർക്കിൽ തകരാറുകൾ ഉള്ളതായി അറിഞ്ഞിട്ടും വിമാനം പറക്കാൻ അനുവദിച്ചിരുന്നുവെന്നതും കടുത്ത വീഴ്ചയായി വിലയിരുത്തപ്പെടുന്നു. വിമാനം പറന്നുയർന്ന ഉടനുണ്ടായ വലിയൊരു വൈദ്യുത തകരാർ കാരണം വിമാനത്തിലെ പ്രധാന കമ്പ്യൂട്ടറുകൾ റീബൂട്ട് ചെയ്യപ്പെടുകയും തങ്ങൾ ഇപ്പോഴും റൺവേയിൽ തന്നെയാണെന്ന് സിസ്റ്റം തെറ്റായി രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കാമെന്നാണ് പുതിയൊരു സാങ്കേതിക വിലയിരുത്തൽ. ഈ സമയത്ത് എഞ്ചിന്റെ വേഗതയിൽ വന്ന മാറ്റങ്ങൾ ഒരു വലിയ തകരാറായി കണക്കാക്കി വിമാനത്തിന്റെ ഓട്ടോമാറ്റിക് സുരക്ഷാ സംവിധാനം തന്നെ എഞ്ചിനിലേക്കുള്ള ഇന്ധന വിതരണം തടസ്സപ്പെടുത്തിയതാകാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ കോക്പിറ്റിലെ സ്വിച്ചുകൾ പൈലറ്റുമാർ കൈകൊണ്ട് തൊട്ടിട്ടുണ്ടാകില്ലെന്നും കമ്പ്യൂട്ടർ സിസ്റ്റം വഴിയാണ് ഇന്ധനം നിലച്ചതെന്നും പ്രമുഖ അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകയായ റേച്ചൽ ചിത്ര ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ട സാങ്കേതിക രേഖകൾ വ്യക്തമാക്കുന്നു. അപകടത്തിൽ മരിച്ച 135 യാത്രക്കാരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കേസ് നടത്തുന്ന അന്താരാഷ്ട്ര നിയമസ്ഥാപനമായ ബിസ്ലി അലൻ ഉയർത്തുന്ന ചോദ്യങ്ങൾ പൈലറ്റിന്റെ ആത്മഹത്യാ സിദ്ധാന്തങ്ങളെ പൂർണ്ണമായും പൊളിക്കുന്നതാണ്. എന്തായാലും ഒരു വർഷം ആകുന്നു വിമാന അപകടമുണ്ടായിട്ട്. എന്താണ് യഥാർത്ഥ കാരണമെന്ന് കണ്ടെത്താൻ സാധിച്ചില്ലേ, അതോ അതിന് പിന്നിൽ വലിയൊരു അട്ടിമറി ഉണ്ടോ എന്നതാണ് ഉയരുന്ന പ്രധാന സംശയം.